ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അങ്ങനെ ഒരു ഫീലർ വന്ന് എന്ന് തന്നെയല്ലേ ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്ത് യഥാർത്ഥത്തിൽ അന്ന് നമ്മളുടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കൈരളിയുടെ ലേഖകനായി അവരെ കൈരളിയിലെ ഉദ്യോഗസ്ഥരാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല. ഏതായാലും ആത്യന്തികമായ ഒരു കാര്യം വിചാരിച്ചോളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് അവരാവശ്യപ്പെട്ടു. രാജി എന്ന് പറയുന്നത് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്ക് സമ്മതമായിരുന്നു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സിറ്റിംഗ് ജഡ്ജി വേണം എന്നുള്ളത് അവർ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി സമ്മതിക്കുമെങ്കിൽ എന്നൊരു പ്രൊവൈസോ ഞങ്ങൾ വെച്ചു. ഹൈക്കോടതി സമ്മതിക്കാതെ വന്നപ്പോൾ റിട്ടയർഡ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്തി. അന്ന് ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ അറിവോടുകൂടിയായിരുന്നു ഇത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നത്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. പക്ഷെ ഇതിനകത്ത് ആരും നെഗറ്റീവായി പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവരുടെയും കൂടി താല്പര്യമായിരുന്നു അല്ലെ? സമരം തീർന്നതിന് ശേഷം ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശ്രീ ജോൺ മുണ്ടക്കൈ എഴുതുന്ന ലേഖനം എഴുതുന്നത് വരെ ഇതൊരു കോൺട്രവേഴ്സി പോലും അല്ലല്ലോ. ആരും അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സമരം ഉരുണ്ടുകൂടി സ്വാഭാവികമായിട്ട് സമരം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സ്മൂത്തായിട്ട് ഒരു നടപടി എടുക്കണം എന്ന് ഗവൺമെന്റിന് തോന്നി. ഗവൺമെന്റ് ആ രൂപത്തിൽ മുന്നോട്ട് പോയി. ഞങ്ങൾ പറഞ്ഞ ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് സമരം നടത്താമെന്ന ആളുകൾക്കും സന്തോഷമായി കാണുമെന്നുള്ളതാണ് എന്റെ ചർച്ച. എല്ലാവരും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നത് ശരിയല്ല.